ശരിക്കും തന്നെ അറിയൂ. ഞാൻ വെറുതെ തള്ളിയിരുന്നേ. ഇന്ന് നമുക്ക് ഒരു വ്ലോഗ് ആയാലോ. ഇത് ഞാൻ സൂര്യ TV പ്രോഗ്രാമിന് പോയപ്പോഴേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബിഹൈൻഡ് ദ സീൻ പോലത്തെ ഒരു വ്ലോഗാണ് കേട്ടോ. നമ്മുടെ TV പ്രോഗ്രാമിൻ്റെ ബിഹൈൻഡ് എന്തൊക്കെയാണ് നടക്കണേന്നുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ഇത് ചോറ്റാനിക്കരയിലുള്ളൊരു വീട്ടിലായിരുന്നു കേട്ടോ പ്രോഗ്രാം നടക്കുന്നത്. ഇതെങ്ങനെയാണ് കേട്ടോ വീട്. ഞാനവിടെ ചെന്ന ഉടനെ തന്നെ റെഡിയാവാനായിട്ട് തുടങ്ങി. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡി ആയത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടേ, നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒരു 6:30-7 മണിയൊക്കെ ആയി കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ അപ്പോഴേക്കും തന്നെ അവിടെ ക്യാമറയും ഒക്കെ ഒരുപാട് പേരുണ്ടായി. ഞാൻ പക്ഷേ ആ സമയത്ത് എത്രയും പേര് അവിടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒത്തിരി പേര് ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്യാമറ ഒരുപാട് ക്യാമറാസ്, ചുറ്റിനും ക്യാമറാസ് ഉണ്ടായിരുന്നു, അമ്മൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അവർ ഞങ്ങൾ വന്നാണ്ടപ്പോൾ ഞെട്ടിയിട്ടുണ്ട്, ഇത്രയും ആൾക്കാരോ എന്ന് പറഞ്ഞിട്ട്. അമ്മൂസ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫിലൊരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവരിങ്ങനെ നെറ്റിക്കാണേ ഇതെന്താണിത്. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. മേക്കപ്പും ഓർണമെന്റ്സ് എല്ലാം നമ്മുടെ ഓൺ സ്റ്റോർ എന്നുള്ളതാണ്. നീക്കം ചെയ്ത് ചർമ്മം മൃദുമാക്കുന്നു. ഞാൻ ഉപയോഗിക്കാത്തൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. ഇത് നമ്മൾ പരിപാടി തുടങ്ങണേ മുമ്പായിട്ട് ഇങ്ങനെ ഒരു, ഞാൻ ബ്യൂട്ടി ചെയ്യണോണ്ട് അവർ അത് വെച്ചിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യണ സാധനത്തിൻ്റെ ബെനിഫിറ്റ് ഓൾറെഡി ഞാൻ അങ്ങനെ DIY ചെയ്യാറുണ്ട്. പക്ഷെ മത്തങ്ങയുടെ ബെനിഫിറ്റ് ഒക്കെ പറയാൻ ആരെങ്കിലും പറയൂല. പക്ഷെ മത്തങ്ങയ്ക്ക് ആക്ച്വലി അങ്ങനെ ബെനിഫിറ്റുകൾ ഉണ്ട് കേട്ടോ. ഞാൻ അതിനെപ്പറ്റി പിന്നെ നോക്കിയായിരുന്നു. അപ്പം ഇനി നമുക്ക് പോയി മത്തങ്ങ കറി ഉണ്ടാക്കാം. ഇവിടെ നിക്ക് കഴിച്ചിട്ട് പോയാൽ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുവാണ് കേട്ടോ. സാരിയുടെയും ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവിടെ ഉള്ള ഒരു ചേട്ടൻ മൈക്കുമായിട്ട് വന്നേ. നമ്മളിങ്ങനെ ഈ TV പ്രോഗ്രാമിന് ഇങ്ങനത്തെ സെറ്റ് ചെയ്യത്തില്ലേ, മൈക്ക് ഇങ്ങനെ ബാക്കിൽ കുത്തിയിട്ട് ഫ്രണ്ടിൽ വെക്കണം. ആ ചേട്ടനാണെങ്കിൽ എൻ്റെ ബ്ലൗസ് കണ്ടിട്ട് ഇതെവിടെ കുത്തു ഈ വലയനകത്തെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ. വല പോലെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ ചേട്ടൻ ഒന്ന് പാടുപെട്ട് അത് കുത്താൻ വേണ്ടി അതുകൊണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ കുത്തി ബാക്കിൽ വെച്ച്. ഈ മൈക്കിൻ്റെ ഒരു ഇതെന്താ അറിയോ, നമ്മൾ ഈ മൈക്ക് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നൂടാ. ഇതാണെങ്കിൽ നമ്മൾ പറയുന്ന ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കില്ല, അതൊക്കെ അതിനകത്ത് ഇങ്ങനെ റെക്കോർഡായിക്കൊണ്ടേയിരിക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പോയിട്ട് അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. ഇതിൻ്റെ ആങ്കർ ശില്പ ബാല കേട്ടോ, ആളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നേ. പക്ഷേ ലേറ്റ് ആയതുകൊണ്ടിട്ട് അവർ പോയി. പിന്നെ ഇതാട്ടോ എൻ്റെ ഇൻട്രോ. ഇത് ആ വലിയ ഗിംബൽ ഇങ്ങനെ ആദ്യം ആ ഗിംബൽ പിടിച്ചിട്ട് ചെയ്യാൻ എനിക്ക് വെയിറ്റ് കാരണം പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഗിംബൽ പൊക്കിയിട്ട് ചെയ്യാനായിട്ട്. പിന്നെ ആ ചേട്ടൻ ഇങ്ങനെ ഗിംബൽ പിടിച്ചിട്ട് ഞാൻ അതിങ്ങനെ കൈ മാത്രം വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻട്രോയിൽ ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യണ പോലെ, ശരിക്കും വ്ളോഗ് ചെയ്യണ പോലെ തന്നെ ഫീൽ ഉണ്ട്. ഇതിൻ്റെ ടീസർ അവരെനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് ശരിക്കും അങ്ങനെ വ്ളോഗ് പിടിച്ചേക്കണ പോലെ തന്നെ ഉണ്ട്. ആക്ച്വലി ഞാൻ പിടിച്ചിട്ടില്ല, ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെറുതെ കൈ വെച്ചിട്ടേ ഉള്ളൂ. ആ ചേട്ടൻ ആ ബാക്കിൽ നിന്നിട്ട് പിടിച്ചേക്കണത്. പക്ഷെ അത് നന്നായിട്ട് വന്നു. ഇത് ഞാൻ ആക്ച്വലി ഇങ്ങനെ അരി പറക്കണ പോലെയായിരുന്നു കേട്ടോ. എത്ര തവണ പറഞ്ഞു, ഒരുപാട് തവണ പറഞ്ഞ്. ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ബാക്കിൽ ആരെങ്കിലും വെച്ചെടുക്കും, അപ്പം നിർത്തും. അത് കഴിഞ്ഞ് പിന്നെ പറയുമ്പോഴേക്കും അപ്പുറത്ത് വേറെ എന്തെങ്കിലും. പിന്നെ പറയുമ്പോൾ ഞാൻ ക്യാമറ കുലുക്കും. അത് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും പറയേണ്ട കാര്യം. അങ്ങനെ കുറേ തവണ ഷൂട്ട് ചെയ്തിട്ടാട്ടോ ഇത് സെറ്റായത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ലുക്ക് ഇങ്ങോട്ട് പോകും. ഇത് കാണുമ്പോഴാണ് ഐഡിയ കിട്ടുന്നത്. അപ്പം ക്യാമറ ഒന്നും പറയണ്ട, ആ ഒരു സാധനം മാത്രം കൊടുക്കാം. ആ സാധനം ലുക്ക് മാത്രം കൊടുക്കാം. ഇന്നത്തെ വേറെ അവരിങ്ങനെ ഫുള്ള് സ്ക്രിപ്റ്റ് പോലെ ഇങ്ങനെ ഇതാക്കണം. എനിക്ക് വല്ല ഓർമ്മയിൽ നിൽക്കുമോ? ഞാനിപ്പോൾ പറയണ കാര്യം ഇപ്പം തന്നെ ഞാൻ മറന്നു പോകും. എനിക്ക് എന്ത് റിഹേഴ്സൽ ഏൽപ്പിക്കൂട്ടെ. നമ്മൾ എങ്ങനെയാണോ പറയാൻ പോണേ അതേപോലെ നമ്മൾ മുന്നേ പറയണം. ഞാനിപ്പോൾ പറഞ്ഞാൽ പിന്നെ അടുത്ത ടേക്ക് പറയുമ്പോൾ ഞാൻ മറന്നു ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇങ്ങനെ പറഞ്ഞത് പിന്നെയും അതേപോലെ തന്നെ സെയിം എക്സ്പ്രഷനും സെയിം ഇതോട് കൂടിയിട്ട് പറയാനായിട്ട് ഭയങ്കര പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ മറ്റിങ്ങനെ കേൾസ് ചെയ്തിട്ടിരുന്നില്ലേ, അത് ഈ സമയം ആയപ്പോഴേക്ക് ലൂസായിപ്പോയി. എൻ്റെ മുടിയിൽ ആ ഹീറ്റ് നിൽക്കണുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേട്ടനാണ് കേട്ടോ ഡ്രൈപ്പ് ചെയ്യണത്. അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിലുള്ള ടൂൾ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടിയിട്ട് ആ സാധനം ഇങ്ങനെ ചെയ്യിപ്പിച്ചു ഫ്രണ്ടിലിടുന്നത്. അപ്പോഴേക്കും ഫൈനൽ ടേക്കിനായിട്ട് അവർ വിളിച്ച് ഫൈനലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുൾ സൈലൻസ് ഒക്കെ പറഞ്ഞിങ്ങനെ ഞാൻ നേരത്തെ ഇങ്ങനെ ആക്ട് ചെയ്ത പോലത്തെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരിക. ആ ചേട്ടനെയും കൊണ്ട് നീക്കി കൊണ്ടുവന്നിട്ട് ആ കസേരയെ കൊണ്ടിരുത്തണം. അത് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീക്കുമ്പോൾ ആ എനിക്ക് കാണുന്നില്ലല്ലോ ക്യാമറ ഞാൻ ഇങ്ങനെ ഇരിക്കണേന്ന്. പക്ഷെ അവിടെ കൊണ്ടു വെച്ചിട്ട് ഞാൻ അങ്ങനെ ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്യണ പോലെയൊക്കെ ഇങ്ങനെ ഞാൻ ആക്ട് ചെയ്യണം. എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ പറ്റില്ല. കുറേ തവണ ഞാൻ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ശരിക്കും മറ്റേ പടത്തിനകത്ത് ഇന്നസെൻ്റ്
ഊരിപ്പറക്കണ പോലെ ഞാൻ കിടന്ന് പാടുപെടുമായിരുന്നു. അവിടെ വന്നിട്ട് ഹലോ പറഞ്ഞാൽ മതി. നിങ്ങൾ കയ്യിൽ പിടിക്കുക എന്നുള്ള മൂവ്മെന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്നത്. ഹലോ, ഞാനിപ്പോ ഓണത്തിന്റെ പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ വരുമ്പോൾ ഞാൻ മാക്സിമം ഒഴിവാക്കി വിടുകയാണ് ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ ഞാൻ വിചാരിക്കും. എനിക്ക് ഭയങ്കര എനർജി കൂടിയിട്ടും അപ്പോൾ അതേ സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരും, അത് എടുക്കാൻ തോന്നും, അത് ഒരു മൊത്തത്തിൽ ഞാൻ അങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് ചെയ്യും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് നമുക്കിങ്ങനെ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അപ്പോഴത്താണ് അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ തെറ്റിപ്പോയെങ്കിലും കുറേ ആൾക്കാരുടെ മുമ്പിൽ നാണം കിട്ടു ചമ്മിപ്പോയെങ്കിലും എനിക്കതൊന്നും തോന്നിയില്ല കേട്ടോ. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാം ഞാൻ അങ്ങനെ തെറ്റിയെങ്കിലും ഞാൻ പേടിച്ചില്ല. എന്നുവെച്ചാൽ ഞാൻ ചമ്മോ അങ്ങനെയൊന്നും അവിടെ വെച്ചിട്ട് അത്ര നെർവസ് ആയില്ല. ഞാനത് സംസാരിച്ചു, അതിലെനിക്ക് ഭയങ്കര പ്രൗഡായി ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ സംസാരിച്ചല്ലോ, ഞാനത് രണ്ടാമതിരുന്ന് നോക്കണമായിരുന്നു. ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ ചുറ്റിനും ആൾക്കാരുണ്ട്, ഇത്ര ആൾക്കാരെ നോക്കി നിൽക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളതിലേക്ക് ഭയങ്കര എനിക്ക് സന്തോഷം തോന്നി. അടിപൊളിയല്ലേ, സെറ്റപ്പല്ലേ? നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കടക്കണ്ടേ എന്നുള്ള ഒരു സാധനം കുറച്ച് മതി, വളരെ കുറച്ച് മതി. എന്റെ എൻട്രി ഉണ്ടോ അതോ ഞാൻ ജസ്റ്റ് അപ്പോഴേക്ക് ശില്പാബാലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ട്രയൽ റിഹേഴ്സൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഞാൻ അങ്ങനെ പോയിരുന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ശില്പാബാല എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ. ഇൻട്രോ പോലെ ഞാൻ തോന്നുന്നു. ഇതിൻ്റെ ഫൈനൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത് ഇടുമ്പോഴേക്കും ഇത് ഫൈനൽ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടാവും അവരുടെ പേജിലല്ല സൂര്യ TV-യിൽ ഇത് ഓൾറെഡി ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇത് ഓൾറെഡി ലൈവ് ആയിട്ടുണ്ടാവും. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, ഭയങ്കര നമ്മളിങ്ങനെ ഇപ്പം പതറിപ്പോയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. യൂട്യൂബ് മേക്കപ്പ് ബ്ലോഗേഴ്സ് ഇൻ കേരള ആ ട്രെൻഡ് അന്ന് വന്നപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച് ഇത്രയും അധികം ഫാൻ ഫോളോയിങ് ഒരു എനിക്ക് ശരിക്കും അവിടെ ഇരുന്നപ്പോൾ ഇത് എന്നെ പറ്റി ആണേ പറയണേന്നാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണത്. അയ്യോ, അപ്പോൾ ആ ഇൻട്രോ ഒക്കെ ഷൂട്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞേ. ഇങ്ങനെ നമുക്കൊരു എന്താ പറയുക ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ പോലെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ അറിയാതെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്നെ അറിയാമോ എന്നുള്ളൊരു ഫീലായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഷൂട്ടിന് വിളിച്ചു. പിന്നെ നമ്മൾ കിച്ചണിൽ ഇരുന്നുകൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് കിച്ചൺ, നമ്മുടെ കുക്ക് ചെയ്യാൻ ഷെഫ് ചേട്ടൻ. ഈ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള രീതിയിലാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നന്നായിട്ട് വീട്ടിൽ കുക്ക് ചെയ്യും. ഓക്കെ, അവിടെ ചെന്നിട്ട് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്ക് എല്ലാം ഭയങ്കര പാടായിരുന്നു. ഒന്നാമത് എൻ്റെ അളവിന് കറക്റ്റ് അനുസരിച്ചിട്ടുള്ള ഈ അളവ്, നമുക്ക് ഈ അടപ്പൊക്കെ നമ്മുടെ നേരെ വേണ്ടേ, അതുകൊണ്ടാണോ പാത്രങ്ങൾ മാറിയിട്ടാണോ അവിടെ ഉള്ളവർ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കുക്ക് ചെയ്യാത്ര, അറിയില്ല എന്നുള്ളതൊരു പ്രശ്നമാണെന്നല്ല കേട്ടോ ഞാൻ പറയാം. പക്ഷെ ഞാൻ കുക്ക് ചെയ്യാടാ, ശരിക്കും ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ള എനിക്ക് ഏറ്റവും കഷ്ടം തോന്നിയെന്ന് അറിയോ, കടുക് എണ്ണയിലോട്ടിട്ടില്ലേ, കടുക് ഇടറ ഞാൻ ബോംബിടറ പോലെ ഇങ്ങനെ മാറി നിന്നിട്ടൊക്കെ കടുക് അതിനകത്തോട്ടിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്യണ കാര്യങ്ങൾ സംസാരിക്കണത് എനിക്ക് ഇത്തവണ ഞാൻ നന്നായി സംസാരിച്ചെന്ന് തോന്നി. പക്ഷെ കുക്ക് ചെയ്യണ കാര്യങ്ങൾ എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. മൊത്തത്തിലുള്ള ഒരു കിച്ചൺ വേറെ ആയതുകൊണ്ടാവാം, അതോ ഇനിയിപ്പോൾ ചുറ്റിനും ആൾക്കാരായിരുന്നു, ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ക്രൗഡിൻ്റെ നടുക്കായിരുന്നു നിന്നിരുന്നത്, അതുകൊണ്ടാണോ എന്നുള്ളതും. പിന്നെ ഇന്ന സ്റ്റെപ്പുകളിൽ ഇടണം, ഇത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്തിട്ട് 2 തവണ അത് ചെയ്യണം. അപ്പോൾ ഒരു ക്ലോസപ്പ് ക്യാമറ വന്നിട്ട് ഷൂട്ട് ചെയ്യും. നമ്മൾ സാധാരണ കുക്ക് ചെയ്യുമ്പോൾ അതൊന്നും നോക്കത്തില്ലല്ലോ. ഇത് നമ്മൾ ഇച്ചിരി ഇട്ടിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ഇങ്ങനെ പതുക്കനെ ഇടണം, അവരടുത്ത ക്യാമറ വരണം, അത് ഫോക്കസ് ആക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഉള്ള സ്ട്രെസ്സിലാണോ എന്നറിയാൻ പാടില്ല. പക്ഷെ മൊത്തത്തിൽ എനിക്ക് കുക്കിങ് പാളിപ്പോയോ. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ലാസ്റ്റ് ഡേ കണ്ടോ, ഇങ്ങനെ നിറച്ച ആൾക്കാരങ്ങനെ ബാക്കിൽ സെറ്റ് ചെയ്യണോ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യണോ. ഞാൻ ഇങ്ങനെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കണത് കണ്ടോ, ഇങ്ങനെ ഫുള്ള് ആൾക്കാരാ. സൈഡിൽ ക്യാമറ, കുറേ ക്യാമറ ഉണ്ടായിരുന്നു. സൈഡിൽ തന്നെ 2 ക്യാമറ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ എനിക്ക് വേണം 4-5 ക്യാമറ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാമിനെ വിളിച്ചത് നിൽക്കണ ചേച്ചി ആട്ടോ, അനുപം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. ആ ചേച്ചി ഭയങ്കര എഫേർട്ട് എടുത്താട്ടോ. ആ ഫുൾ ക്രൂ മെമ്പേഴ്സിനെ പറഞ്ഞ് എന്നെ ചെയ്യിപ്പിക്കണ എനിക്ക് ശരിക്കും പ്രൗഡ് ഫീൽ ചെയ്ത്. ആസ് എ വുമൺ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. Ready, Shilpa? Yes. Ready. Entry.
വെൽക്കം ടു മൈ കിച്ചൺ. എങ്ങനെയുണ്ട് എന്റെ കിച്ചൺ? ഓണം സ്പെഷ്യൽ ആണ് ഈ കിച്ചണിലുള്ള ഈ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ. ഈസ്റ്റേൺ പ്രസൻസ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്നും കൂടിയിട്ട് അതേ സാധനം തന്നെ പിന്നെ ഷൂട്ട് ചെയ്ത് ഓരോരുത്തരെ വെച്ച് ക്യാമറയിൽ എങ്ങനെയാണ് ഉണ്ടാവും. എന്തോരം സമയം എടുത്തിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു പ്രൊഡക്ഷൻ, ഒരാൾക്കാരുടെ എഫേർട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് അപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഈ ആങ്കർമാർ അപ്പോൾ അതേ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതോടുകൂടി തന്നെ പിന്നെയും ചെയ്യണ്ടേ, അത് ഭയങ്കര പാടല്ലേ. എനിക്ക് അതങ്ങനെ ആവണം എന്ന് എനിക്ക് തോന്നി. അതേപോലെ എനിക്ക് പഠിക്കണം എന്ന് തോന്നി. ഇങ്ങനെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നല്ല ഇങ്ങനെ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോഴും ചിലപ്പോൾ നല്ല മൊമെൻറ്റുകൾ കിട്ടും. അപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം. പക്ഷേ രണ്ടാമത് പിന്നെ അങ്ങനത്തെ മൊമെൻറ്റ് ഇടാൻ എനിക്ക് പറ്റാറില്ല. അങ്ങനെ ഇടുന്നവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ വ്ളോഗേഴ്സ്. പക്ഷേ എനിക്ക് അങ്ങനെ ഇടാനായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര അത് ഒരു ഇതല്ലേ എനിക്ക് നാണം വരാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് അങ്ങനെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതേ മൊമെൻറ്റ് രണ്ടാമതും കൂടി ഇട്ട്. അപ്പോൾ അതോ നിങ്ങൾക്കത് കാണാനുള്ളൊരു അവസരം കിട്ടുമല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചത് ശില്പിയെ നല്ലതായിട്ട് ഓണം വീഡിയോ ചെയ്തുകൊണ്ട് നല്ല ഓണം വൈബായിരിക്കും. ഇത് ഇപ്പം ഞാൻ മാത്രം ഓണം വൈബായിട്ട് അതിനകത്തിരിക്കണമായിരുന്നു. ആള് ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് അങ്ങനത്തെ ഭയങ്കര കാഷ്വലായിട്ട് ഡ്രസ്സ് ഇട്ട് വന്നത്. കാഷ്വലല്ല, പക്ഷെ എന്നാൽ ഭയങ്കര സിമ്പിളായിട്ട്. ഞാൻ സാധാരണ എപ്പോഴും സിമ്പിളായി, തവണ ഞാൻ ഭയങ്കര ഗ്രാൻഡായിട്ട് വന്നത്. ഇതിനകത്ത് എനിക്ക് 2 ഡിഷ് ഉണ്ടാക്കാനുണ്ടായിരുന്നേ. ആദ്യം എരിശ്ശേരി നല്ല ടേസ്റ്റ് വന്നിട്ടോ, നല്ല യമ്മി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പായസം ഇത് കണ്ടോ, ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോന്ന് ഇപ്പം ഞാൻ സേമിയ അതിനകത്ത് ഇടും. അപ്പോൾ പകുതി ഇട്ടിട്ട് ഇങ്ങനെ സ്ലോ ആവണം. അപ്പോൾ അങ്ങനെ അടുത്ത ക്യാമറ വന്ന് സൂം ചെയ്ത് എടുത്തിട്ട് വേണം അടുത്തത് ഇടാൻ. അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിട്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഇത് പായസം ഇങ്ങനെ മാംഗോ പായസമായിരുന്നേ. പക്ഷേ മാംഗോ പായസത്തിന് ഇച്ചിരി മധുരം കുറഞ്ഞു പോയി എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ആ കുട്ടിക്ക് അത് കറക്റ്റായിരുന്നു കേട്ടോ, ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്ക് 3D മധുരം വേണം തോന്നി. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഡെസേർട്ട്, പായസത്തിൻ്റെ ടേസ്റ്റിനുപരി ഒരു ഡെസേർട്ടിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ചെറുപറ ഗിഫ്റ്റ്, കുറേ ഗിഫ്റ്റ്. ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതോർത്ത് പറയുന്നത് ഇങ്ങനെ കുറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ, എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പെട്ടി എന്നുള്ളത്. ഇത്രയും സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വീഡിയോനകത്ത് ഇടാം കേട്ടോ, ഞാൻ ഷോർട്സ് ആയിട്ട്. ഈ ഓണവും മതിരിക്കട്ടെ. അയ്യോ, അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. കുഴപ്പമുണ്ടോ ചേട്ടന്? കുഴപ്പമുണ്ടോ? ഇല്ല, ഓക്കെ, അത് പ്രശ്നമില്ല. എന്താ ഈ ഉറക്കമൊക്കെ നന്നായിരുന്നോ? ഞാൻ അവിടെ കയറിയപ്പോൾ മുതൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നേ. നമ്മൾ മൈക്കൊക്കെ റിമൂവ് ആക്കിക്കൊണ്ടിരിക്കുക. എന്റെ ക്യാമറയിൽ ഒരു ഹായ് ഉണ്ണിമായ ഫാൻസ്. അതൊരു വലിയ ഫാൻ ഫോളോയിങ്. ഞാൻ സീരിയസ് ആയിട്ട് ശരിക്കും തന്നെ അറിയൂ. ഉറപ്പായിട്ടും ഫോളോ യു ഓൺ ഇൻസ്റ്റാഗ്രാം. ഓഫ് കോഴ്സ് യെസ്. ഞാൻ ആക്ച്വലി ഉണ്ണിമായനെ എനിക്ക് ആദ്യമായിട്ട് കാണാനുള്ള ഫീലിംഗേ ഇല്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടേ എനിക്ക് ആ ഒരു ഫീലിംഗേ ഇല്ല. ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഓണം സീരീസിന്റെ എപ്പിസോഡ്സ് കാണാൻ വേണ്ടിട്ട്. നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തു, നല്ല കുറെ വർത്താനം പറഞ്ഞു. ഇനിയും കുറച്ചും കൂടി വർത്താനം പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. സോ നമുക്ക് ആകെ 1/2 മണിക്കൂറേ ഉള്ളൂ പ്രോഗ്രാം. എന്നാലും സോ നൈസ് മീറ്റ്. എന്തോ ഒരു കഷ്ടപ്പെട്ട ഷൂട്ട് ചെയ്യണേന്നോ, ഇത്ര നേരം നിന്ന് എനിക്ക് ഇച്ചിരി നേരം എന്റെ കാലുവേന എടുക്കണം. ഇനി 2 ഷൂട്ട് കൂടെ. 11 മണിയാവും, രാത്രി 12 മണി. താങ്ക് യു സോ മച്ച്. മുല്ലപ്പൂ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പൂ നല്ല രസമുണ്ടല്ലേ, പിങ്ക് പൂവ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാം കേട്ടോ. ഞാൻ മുടി കഴിച്ച് മേക്കപ്പ് ഒന്നും കളഞ്ഞില്ല. ഈ പൊട്ടെനിക്ക് ഇഷ്ടമായി. ഡ്രസ്സിനെ പൊട്ട് കാണാൻ.
പണ്ട് ഞാൻ സ്കൂളിൽ കലോത്സവത്തിന് ഡാൻസ് കഴിഞ്ഞ് വന്നിരിക്കണ പോലത്തെ ഒരു ലുക്കില്ലേ ഇത് കാണുമ്പോഴേക്കും എനിക്ക് ഇതുകൊണ്ട് തോന്നിയത് ഫുൾ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കുമ്പോഴുള്ള ഒരു ഫീല് ഭയങ്കര രുചിയായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട്. ഇത് അവിടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വിശന്നിരുന്നതുകൊണ്ടാണോ അഭിനയിച്ച് ഞാൻ വിഷമിച്ചു പോയി. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇതാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഓക്കെ പ്രൊഡ്യൂസർ ആണ് കേട്ടോ. അനുഭവം മാസ്ക് കണ്ടോട്ടെ. പിന്നെ ചേട്ടൻ ക്യാമറ അസോസിയേറ്റ് ഡയറക്ടർ, ചേട്ടൻ DOP. എല്ലാം എനിക്ക് പുതിയ വാക്കുകൾ. ഒരുപാട് സന്തോഷമായിട്ട് എന്നെ വിളിച്ചതിൽ താങ്ക് യു സോ മച്ച്. വീഡിയോ കാണാമെന്നൂടെ പറഞ്ഞു. അതെ എല്ലാരും കാണണം കേട്ടോ. ഈ പ്രോഗ്രാം വരുമ്പോഴേക്ക് സൂര്യ ടിവിയില് ഡേറ്റ് ആയോ? അതോ 14 തീയതിക്ക് ശേഷം വരും. ഓക്കെ പ്രോഗ്രാമിന്റെ പേര് രുചിച്ചോണം.